അപ്പോ ഓൾ ദ വെരി ബെസ്റ്റ്. ഇവിടെ മുതൽ അപ്പുവിൻ്റെ ഒരു പുതിയ യാത്ര ആരംഭിക്കുകയാണ്. അച്ഛനും അമ്മയും ഈ യാത്രയിൽ തന്നോടൊപ്പം ഉണ്ടാവും. താങ്ക് യു ഡോക്ടർ. അപ്പു, മാളു വാ. എന്താങ്കിൽ ഡോക്ടർ അരവിന്ദനെ കണ്ടോ? കണ്ടു. കുറച്ച് ലാബ് ടെസ്റ്റ് ഉണ്ട്, അതിനുവേണ്ടി പോകാൻ തുടങ്ങായിരുന്നു. ഓ, മാളെന്താ ഇവിടെ? ഞങ്ങള് അപ്പുവിനെ കാണാനായിട്ട് തന്നെ വന്നത്. എന്താ നീ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നേ? ഏയ് ഒന്നുമില്ല, നീ വരുമെന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി വെറുതെ ആയിരിക്കുന്നു. നീ അങ്ങനെ വിചാരിച്ച ഞങ്ങളുടെ കുഴപ്പമില്ലല്ലോ. പറഞ്ഞ വാക്ക് പാലിക്കുന്ന ഒരു ശീലം ഞങ്ങൾക്ക് ഉണ്ടായിപ്പോയി. മതി മതി, രാവിലെ അങ്ങ് തള്ളി മറിക്കണ്ട. നിന്റെ കാര്യം എന്തായി? ഡോക്ടറെ കണ്ടോ? ഇല്ല, ഇവിടെ വന്ന് നിന്നെ കണ്ടിട്ട് സ്റ്റെല്ല മാഡത്തിന്റെ അടുത്തേക്ക് പോവാന്ന് വിചാരിച്ചു. ആ, നീ വന്നേ. കൺഗ്രാറ്റ്സ് ഡിയർ. ഇവിടുന്ന് നിന്റെ ലൈഫിന്റെ മറ്റൊരു ഫേസ് തുടങ്ങാന്ന് എനിക്കറിയാം. അതുകൊണ്ടാ ഇന്ന് എത്ര തിരക്കിലാണെങ്കിലും നിന്നെ വന്ന് കാണണമെന്ന് വിചാരിച്ചത്. അതെ, എനിക്ക് മനസ്സിലായി. അച്ഛനും അമ്മയ്ക്കും ഒപ്പം ഇങ്ങനെയൊരു 2ാം സ്റ്റേജ് തുടങ്ങാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചതല്ല മാളു. അതിനിടയാക്കിയതിന് നിനക്കും കാര്യമായ റോളുണ്ട്. നിനക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ? അപ്പോ ദീപെങ്കിൽ എന്ത് പറയുന്നു? ആളിപ്പോ നല്ല സ്ട്രോങ് അല്ലേ? ഡോക്ടറെ കാണാൻ എന്നെക്കാളും ഇപ്പൊ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് ദീപ്യ. ഞാൻ പറഞ്ഞില്ലേ അപ്പോ, എല്ലാം ഓക്കെ ആയിട്ട് എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കാലം തിരിച്ചു വരുന്നു. ദാ ഇപ്പൊ അത് വന്നിരിക്കുന്നു. നീ ധൈര്യമായിട്ട് പോ. താങ്ക് യു ഡിയർ, താങ്ക്സ് എ ലോട്ട്. ജോബിനൊന്ന് ഡ്യൂട്ടി ഇല്ലേ? ഉണ്ട്. പിന്നെ ഇന്ന് മാളുവിന്റെ ചെക്കപ്പ് ഡേറ്റ് അല്ലേ? അപ്പോഴാ മാളു പറഞ്ഞത് അപ്പു ഇന്നിവിടെ വരുന്നുണ്ടെന്ന്. എന്നാ പിന്നെ ഒന്ന് കാണാന്ന് വെച്ചു. ഡോക്ടർ അരവിന്ദന്റെ പേഷ്യന്റ് അപ്പു. അപ്പുനെ വിളിക്ക്. അപ്പോ വാ. പോയിട്ട് വരട്ടെടി. ധൈര്യമായിട്ട് പോയിട്ട് വാ. ലാബിലേക്ക് പോകുന്നുള്ളൂ. ഇതാ താനും കൂടി ചെല്ല്. ശരി. സോറി സർ, പേഷ്യന്റിന്റെ കൂടെ ആരും വരണ്ട. എന്നാ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അങ്കിൾ. 10:30 സ്റ്റെല്ല മേഡം പറഞ്ഞ അപ്പോയിന്റ്മെന്റ്. എന്നാ പിന്നെ നിങ്ങൾ ചെല്ല്. ഞങ്ങള് പോയിട്ട് ഇങ്ങോട്ട് വരാം അങ്കിൾ. അപ്പോഴേക്കും അപ്പുവിന്റെ ടെസ്റ്റ് ഒക്കെ കഴിയുമല്ലോ. വേണ്ട മോളെ, അത് നിനക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഏയ്, എന്ത് ബുദ്ധിമുട്ട്? ഞങ്ങൾ പോയിട്ടിങ്ങി വരാം. നിങ്ങൾ നേരത്തെ ഇറങ്ങുകയാണെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി. പോയിട്ട് വാ. ശരി. പോയിട്ട് ശരി. ശരി. അതെ, നമുക്ക് ലാബിൻ്റെ അവിടെ പോയി നിൽക്കാം. എന്നാ വാ. എക്സ്ക്യൂസ് മീ ഡോക്ടർ. യെസ്, വരൂ, ഇരിക്കും. സ്റ്റെല്ല മേഡം ലീവിലാണല്ലേ? എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. അതെല്ലോ, മാഡം എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. DNC കഴിഞ്ഞിട്ട് 40 days ആയല്ലേ? അതെ. വേറെ അസ്വസ്ഥതകളൊന്നുമില്ലല്ലോ അല്ലേ? പെയിനോ മറ്റോ? ഇല്ല ഡോക്ടർ. ഇപ്പൊ ഒരു ടാബ്ലറ്റ് അല്ലേ കഴിക്കുന്നുള്ളൂ? അതെ, അത് മാത്രമേ ഉള്ളൂ. കുറച്ച് വിളർച്ചയുണ്ടെന്ന് തോന്നല്ലോ. ഫുഡൊന്നും പ്രോപ്പർ അല്ലേ? കഴിക്കുന്നുണ്ട്. അങ്ങനെ പേരിന് കഴിച്ചാൽ പോരാ കേട്ടോ. അത്യാവശ്യം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ട് കഴിക്കണം. ഡോക്ടർ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലേ? ശ്രദ്ധിക്കാറുണ്ട്. എന്നിട്ട് അതൊന്നും മിസ്സസിലെ കാണുന്നില്ലല്ലോ. മാളവിക, ഒന്ന് വരൂ. ഡോക്ടർ പ്ലീസ് വെയിറ്റ്. ഓക്കെ. എന്താ സ്റ്റെല്ല ഡോക്ടർ ഇല്ലാത്തോണ്ട് ഡോക്ടർക്ക് ഒരു വിഷമം പോലെ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഡോക്ടർ അലീനയ്ക്കാവും ചാർജ് എന്ന് മാഡം വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു. മാളവിക വരൂ. അംബിവാമന. ഹലോ 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 VP, താനിത് എവിടെയാ?
വീട്ടിലുണ്ടോ? ഇല്ല, ഞാനും ഗീത ഇപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിലാ. അയ്യോ, എന്തു പറ്റി? ഒന്നുമില്ല, അപ്പൂൻ്റെ ഹോർമോൺ ട്രീറ്റ്മെന്റിന് വേണ്ടിയുള്ള ടെസ്റ്റിന് വേണ്ടി വന്നതാ. ഓ, അതായിരുന്നോ കാര്യം? കേട്ടപ്പോ ഞാനൊന്ന് ടെൻഷനായിപ്പോയി. അല്ല, നിങ്ങൾ എപ്പോ വരും? ഞാനേ ഇവിടെ സിറ്റിയിലുണ്ടേ. വൈകിട്ട് എനിക്കൊരാളെ കാണാനുണ്ട്. അതുവരെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് എല്ലാവരും ഒന്ന് കാണാമല്ലോ എന്ന് കരുതി വിളിച്ചതാ. അങ്ങനെയാണെങ്കിൽ അമ്പിമാമൻ വീട്ടിലേക്ക് പോയിക്കോളും. ഞങ്ങളൊരു 1 മണിക്കൂറിനകം ഇവിടുന്ന് ഇറങ്ങും. ആ, 1 മണിക്കൂർ സമയമുണ്ടല്ലേ? ആ, അപ്പോഴേ എനിക്കൊന്ന് ബുക്ക് സ്റ്റാൾ വരെ ഒന്ന് കയറണം. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വരാം. അപ്പോഴേക്ക് നിങ്ങളങ്ങ് വീട്ടിലെത്തുമല്ലോ അല്ലേ? ആ, അപ്പോഴേക്കെത്തും. ശരി ശരി, എന്നാ വന്നിട്ട് കാണാം. ഓക്കെ. അമ്പിമാമ എന്തിനാ വിളിച്ചത്? ഇവിടെ സ്ഥലത്തുണ്ട്, വീട്ടിലേക്ക് വരാൻ വേണ്ടിയാ. നത്തിങ് ടു വറി ഡോക്ടർ, ഷീസ് പെർഫെക്റ്റ്ലി ഫൈൻ. പിന്നെ ആളൽപ്പം അനീമിക്ക, കുറച്ചുകൂടി പ്രോപ്പർ റെസ്റ്റ് ആൻഡ് കെയർ കണ്ടിന്യൂ ചെയ്യണം. പിന്നെ ഉടനെ കൺസീവ് ചെയ്യാതിരിക്കുന്നതാ ബെറ്റർ. കുറച്ചും കൂടി ഹെൽത്ത് ഇംപ്രൂവ് ആയിട്ട് അതേക്കുറിച്ച് ആലോചിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാ ഞങ്ങളുടെയും തീരുമാനം ഡോക്ടർ. വെരി ഗുഡ്. ഒരമ്മയാവാനുള്ള മെച്ചൂരിറ്റി ഒക്കെ ആയി വരുന്നതേ ഉള്ളൂ ഡോക്ടറിന്റെ മിസ്സസിന്, അല്ലേ മാളവിക? ഡോക്ടർ സ്റ്റെല്ല മാഡം ഇന്നത്തെ ചെക്കപ്പ് കഴിഞ്ഞിട്ട് ചില ടെസ്റ്റുകളുടെ കാര്യം പറഞ്ഞിരുന്നതാ. യെസ്, മാഡം എന്നോട് സൂചിപ്പിച്ചിരുന്നു. എന്തെങ്കിലും എമർജൻസി തോന്നുന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ നോക്കിയിട്ട് അതിന്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഇൻഫെക്ഷന്റെ സിംറ്റംസ് ഒന്നും കാണുന്നില്ല. എന്തായാലും മാഡത്തിനോടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ആ മാളവിക, റെഗുലർ ഇന്റർവെല് വെച്ച് ധാരാളം വെള്ളം കുടിക്കണം കേട്ടോ. ഓക്കെ മാളവിക, മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞിന് വന്നാ മതി. ആ പിന്നെ ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് മനസ്സിൽ വെച്ചേക്കണം രണ്ടാളും. കൺസീവ് ചെയ്യുന്ന കാര്യം. മാളവിക, ഇഫ് യു ഡോണ്ട് മൈൻഡ് 1 മിനിറ്റ് ഒന്ന് പുറത്ത് വെയിറ്റ് ചെയ്യാവോ? ഡോക്ടറെ ഞാൻ ഇപ്പൊ ഫ്രീ ആക്കിയേക്കാം. ഷുവർ, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. സമ്മതിച്ചു മോനെ നിന്റെ ബുദ്ധി. എന്താ അഭിനയം? അഭിനയോ? സോറി, അലീന എന്താ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. അല്ല, കെട്ടിയോളുടെ മുന്നിൽ വെച്ച് എന്നെ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും നീ കാണിച്ചില്ലല്ലോ. അത് ശരി, ഞാൻ കരുതി നമ്മൾ ഒരുമിച്ച് പഠിച്ചതാണെന്ന് മാളവിക അറിയിക്കുന്നതിൽ അലീനയ്ക്ക് താല്പര്യം ഉണ്ടാവില്ല എന്ന്. അതുകൊണ്ടാ താനത് സൂചിപ്പിക്കാത്തതെന്ന്. അപ്പോ നിനക്കത് മിസ്സസിനെ അറിയിക്കുന്നതിന് പ്രശ്നമില്ലെന്നാണോ? എനിക്കെന്താ പ്രശ്നം? വേണമെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ മാളുവിനെ വിളിച്ച കാര്യം പറയാം. ഏയ്, അത് വേണ്ട. ഏതായാലും ഇതുവരെ ആ കുട്ടി ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. ഇനിയും അങ്ങനെ അങ്ങ് പോട്ടെ. വെറുതെ എന്തിനാ മിസ്സസിനെ സംശയിക്കാൻ നമ്മളായിട്ടൊരു അവസരം അങ്ങോട്ടിട്ട് കൊടുക്കുന്നത്, അല്ലടാ? മാള് വെയിറ്റ് ചെയ്യാം, ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ. ആ പിന്നെ ഉടനെ കൺസീവ് ആക്കണ്ടെന്ന് ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ. അവൾക്ക് ഒരു കുഴപ്പമില്ല. എന്നെ തേച്ചിട്ട് പോയവൻ പെട്ടെന്ന് അങ്ങനെ അച്ഛനായി സൂഹിക്കണ്ട. പോട്ടെ അലീന, സീ യു. ആ, എന്താ എങ്കിൽ ടെസ്റ്റ് കഴിഞ്ഞോ? ഇല്ലെന്ന് തോന്നുന്നു. ഗീത അന്വേഷിക്കാൻ പോയിട്ടുണ്ട്. ഇവളുടെ കാര്യം എന്തായി ജോബിൻ? ഓക്കെ അല്ലേ ഇവള്? ഓക്കെ ആണെങ്കിൽ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. ആ, എന്താ ആൻറ്റി? ടെസ്റ്റ് റിസൾട്ട് 2 ദിവസം കഴിഞ്ഞേ കിട്ടുള്ളൂ. ആ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഇന്ന് തന്നെ കിട്ടുമെന്ന് ഇവൾ എന്നോട് ഒരേ തർക്കമായിരുന്നു. നീങ്ങ വന്നേ. ഇതിവരുടെ പണ്ടേ ഉള്ള ശീല. ആൾക്കാർ നിൽക്കുന്നിടത്ത് നിന്ന് അവരവരുടെ മാത്രം ലോകം ഉണ്ടാക്കും. നീ പോയ കാര്യം എന്തായി? എനിക്ക് കുഴപ്പമൊന്നുമില്ല. സ്റ്റെല്ല ഡോക്ടർ അല്ലായിരുന്നു, അവരുടെ ജൂനിയർ ആയിരുന്നു. എന്താ അവര് പറഞ്ഞേ? കുഴപ്പമൊന്നുമില്ലെങ്കിലും ഉടനെ കൺസീവ്ഡ് ആവണ്ടെന്ന് പറഞ്ഞു.
അയ്യോ, അപ്പോ നിന്റെ മുത്തശ്ശി തീർത്ഥാടനത്തിന് പോയതൊക്കെ വെറുതെ ആവുമല്ലോ. ഡോക്ടർ പറഞ്ഞ പോലെ വലിയ ധൃതിയൊന്നും വേണ്ടെന്ന് നിന്റെ കണവനോട് കൂടി പറഞ്ഞേക്കണം. ഒന്ന് പോടോ. അല്ലെങ്കിൽ തന്നെ ആ ഡോക്ടർ പറഞ്ഞത് കേട്ട് ചമ്മി ചൂളിയിരിക്കാൻ ഞാൻ. അല്ല, നിന്റെ കാര്യം എന്തായി? റിസൾട്ട് 2 ദിവസത്തിനകം കിട്ടും. അത് കഴിഞ്ഞാ ഹോർമോൺ ട്രീറ്റ്മെന്റ് തുടങ്ങാന്നാ ഡോക്ടർ പറയുന്നത്. എന്താ എന്താ നീ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല. ഹോർമോൺ ട്രീറ്റ്മെന്റ് തുടങ്ങിക്കഴിഞ്ഞാ നീ പതിയെ പതിയെ വേറെ ആളാവില്ല. അപ്പോ അതാലോചിച്ചു പോയതാ. അതെ, അപ്പോഴേ ഞാൻ അപ്പോയി തുടങ്ങുള്ളൂ മാളു. നീ പറഞ്ഞ പോലെ സെക്കൻഡ് സ്റ്റേജിന്റെ ഓപ്പണിംഗ് ഇവിടം തന്നെയാ. മനസ്സിനൊപ്പം അപ്പു ശരീരത്തിന്റെ കൂട് മാറുന്നു. പുറത്തു നിൽക്കുന്നവർക്കൊരു തമാശയായിരിക്കും, പക്ഷേ അകവും പുറവും എത്ര പൊള്ളിയാണ് ഈ കൂടുമാറ്റത്തിന് സാധ്യമാവുന്നതെന്ന് അനുഭവിക്കുന്നവർക്കല്ലേ അറിയും. എന്താ രണ്ടുപേരും കൂടി ഒരു സ്വകാര്യം? ഒന്നുമില്ല അങ്കിൾ, ഞങ്ങള് ടെസ്റ്റിന്റെ കാര്യം പറയായിരുന്നു. 2 ദിവസം കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുമല്ലോ. നിനക്ക് ടെൻഷൻ വല്ലതും ഉണ്ടോ അപ്പോ? എന്തിന്, ഞാൻ കൂളാ. ഗുഡ്, അങ്ങനെ വേണം. എന്നാ പിന്നെ ഞങ്ങൾ പോയിക്കോട്ടെ ജോബിൻ. മാളു, സൗകര്യം പോലെ രണ്ടാളും അങ്ങോട്ട് വരണേ. പിന്നെ ഡേസിയോട് ഒരു അന്വേഷണം പറയണേ. ഓക്കെ ആൻറ്റി. ശരി. ശരി മോളെ. നമുക്കൊരു ജ്യൂസ് കുടിച്ചാലോ? വാ. എന്തായാലും ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാ. ആ, അത് തന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി. അല്ലേ, ഈ സന്തോഷം നമുക്കൊരു ജ്യൂസിൽ ഒതുക്കണോ? വേണമെങ്കിൽ നമുക്കൊന്ന് ചുറ്റി അടിച്ചിട്ട് വരാം. അത്രയും സന്തോഷം വേണ്ട. ഇന്ന് അതിനുള്ളൊരു മൂഡിലല്ല ഞാൻ. ആ, പിന്നെന്താ വേണ്ടത്? ഒന്നും വേണ്ട, നമുക്ക് വീട്ടിലേക്ക് തന്നെ പോവാം. ഓക്കെ. ഇന്ന് എന്നെ പരിശോധിച്ച അലീന ഡോക്ടർക്ക് നേരത്തെ അറിയോ? ആ, ഡോക്ടർ സ്റ്റെല്ലയുടെ അസിസ്റ്റന്റ് ആയിട്ട് ജോയിൻ ചെയ്തപ്പോൾ മുതൽ എനിക്കറിയാം. എന്താ മാള് ചോദിച്ചത്? അവരൊരു നല്ല സ്ത്രീയാ. എന്ത് നല്ല പെരുമാറ്റാ ഡോക്ടറുടേത്. ശരിക്കും സ്റ്റെല്ല ഡോക്ടറിന് പറ്റിയ ജൂനിയർ തന്നെയാ. എന്നോടൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഉള്ളതുപോലെ തോന്നി. അപ്പോഴേ എനിക്ക് തോന്നി ഡോക്ടറുമായിട്ട് അടുപ്പമുണ്ടെന്ന്. ഏയ്, അങ്ങനെ വലിയ അടുപ്പമൊന്നുമില്ല. എന്നാലും ഞങ്ങൾ നല്ല ഫ്രണ്ട്സാ. അതെ, അതെന്നെ ഞാൻ ഉദ്ദേശിച്ചത്. എന്നോട് മാത്രല്ല, ഡോക്ടറോടും അവര് നല്ല ഫ്രണ്ട്ലി ആയിട്ടാണല്ലോ ഇടപെട്ടത്. അത് ഒരേ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നോണ്ടായിരിക്കും. ഡോക്ടർ അലീന, ഇത് അവരല്ലേ? 100 ആയുസ്. ദാ കോൾ എടുക്ക്. ഹലോ. ഹലോ ജോ, നീ എവിടെയാ? ഞാനും ആളും പുറത്താ. എന്താ അലീന വിളിച്ചത്? ഓ, ഭാര്യ കൂടെ ഉള്ളതുകൊണ്ടായിരിക്കും ഡോക്ടർ സാറിന് എത്ര ഫോർമാലിറ്റി. രണ്ടുപേരും കൂടി എവിടെ ചുറ്റി നടക്കുക? മൂവിക്കോ അതോ ഷോപ്പിങ്ങിനോ? അല്ല, ഞങ്ങളിവിടെ ഒരു റെസ്റ്റോറന്റിലാ. ഓ, ഫുഡ് അടിക്കാൻ കയറിയല്ലേ? എടാ, ആ കൊച്ചിന് വെറുതെ കണ്ണി കണ്ടതൊക്കെ വാങ്ങിക്കൊടുത്ത് തടി വെപ്പിച്ച് ബോറാക്കല്ലേ. അവളെ ഇങ്ങനെ കാണാനാ രസം. ആ, അതെ അതെ, അത് ഞാൻ ശ്രദ്ധിച്ചോളാം. എന്താടാ, കെട്ടിയോള് കൂടെ ഉള്ളതുകൊണ്ടാണോ നിന്ന് പൊഴുങ്ങുന്നേ? നിന്നെ ഇങ്ങനെ ചമ്മിയ മട്ടിൽ സങ്കല്പിച്ചിട്ട് എനിക്ക് ചിരി വരുന്നു. അതെ അതെ. അലീന ഇപ്പൊ എവിടെയാ? ഞാനോ? ഞാനിപ്പോ സ്വർഗരാജ്യത്ത്. എന്താ, കൂടെ തോന്നി? ഡോക്ടർ ഫ്രീ ആയെന്ന് തോന്നുന്നു. അതെ, എന്താ അവളെ അവിടെ ഉപേക്ഷിച്ചിട്ട് നിനക്ക് ഇങ്ങോട്ട് വരാൻ തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. പിന്നെ സ്റ്റെല്ല മാഡം വിളിച്ചിരുന്നോ? സ്റ്റെല്ല മാഡം എന്തിനാ എന്നെ വിളിക്കുന്നത്? നീ ഇങ്ങനെ മസിൽ പിടിക്കാതെ എന്തെങ്കിലുമൊക്കെ പറയടാ. ഏയ് ഇല്ലില്ല, ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും. മാളുവിനെ വീട്ടിലാക്കിയിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഓ, അപ്പൊ സാർ ഇങ്ങോട്ട് എഴുന്നള്ളുന്നുണ്ടല്ലേ? ശരി, എന്നാ വന്നിട്ട് കാണാം. നിന്ന് വേർക്കാതെ ഫോൺ വെക്കടാ. ഞാൻ വെറുതെ വിളിച്ചെന്നേ ഉള്ളൂ. എന്തിനാ ഡോക്ടറെ വിളിച്ചത്? ഏയ് ഒന്നുമില്ല. തനിക്ക് പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോന്ന് അറിയാൻ വിളിച്ചതാ. ആഹാ, ഞാൻ പറഞ്ഞില്ലേ അവരെത്ര കെയറിംഗ് ആയിട്ടാ എന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. ഡോക്ടറുടെ മിസ്സസ് ആണെന്നുള്ള ആനുകൂല്യമായിരിക്കും അല്ലേ? അല്ലെങ്കിൽ അലീന അങ്ങനെയാ, വളരെ കെയറിങ്ങാ എല്ലാവരുടെ കാര്യത്തിലും. അതല്ല ഞാനും പറഞ്ഞത്, ആള് വളരെ പാവമാണെന്ന്. എന്തായാലും എനിക്ക് അവരങ്ങ് ഒത്തിരി ഇഷ്ടായി. അപ്പോ ഡോക്ടർക്ക് ഇങ്ങനെയുള്ള നല്ല സുഹൃത്തുക്കളും ഉണ്ടല്ലേ?
ഇല്ലില്ല, ഇന്ന് വൈകിട്ട് മൂവാറ്റുപുഴയ്ക്ക് പോവും. അവിടെ ഒരു 2 ദിവസം ഉണ്ടാവും. എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കാണാമെന്നാ. അതാവുമ്പോൾ എറണാകുളത്തുനിന്ന് സ്റ്റീഫന് അവിടേക്ക് വരാൻ എളുപ്പമാവുമല്ലോ. എന്നാ അതങ്ങനെ തന്നെ ഉറപ്പിക്കാം അല്ലേ? ഹേയ് ഇല്ലില്ല, അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇവിടെ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെ കാണാൻ വന്നേ ഉള്ളൂ. ആ, അത് കഴിഞ്ഞാൽ വൈകിട്ട് തന്നെ തിരിക്കും. വൈകിട്ടോ അല്ലെങ്കിൽ വെളുപ്പിനോ. എനിക്ക് തോമസ് ജോസഫിനെ ഒന്ന് കാണണം. അതിൻ്റെ ഒരു വെയിറ്റിംഗ്, അത്രയേ ഉള്ളൂ. ആ ശരി സ്റ്റീഫ, എന്നാലേ ഞാൻ മൂവാറ്റുപുഴ എത്തിയിട്ട് വിളിക്കാം. ശരി ശരി, കാണാം. അമ്പിമാമ, ഒരുപാട് സമയം പുറത്തിരിക്കേണ്ടി വന്നല്ലേ? സോറി, ഹോസ്പിറ്റലിൽ കുറച്ച് സമയം എടുത്തു. അതൊന്നും സാരമില്ലടോ. പിന്നെ നീ എന്തു പറയുന്നു? ഓക്കെ അല്ലേ? അമ്പി മാമൻ കഴിഞ്ഞ തവണ കണ്ടതിനേക്കാൾ നീ നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. ആ ആ എന്താടോ വി പി, ഗീത എന്തി? വരുന്ന വഴി ഗീതയെ പാർലറിലിറക്കി. ഓ, പറഞ്ഞതുപോലെ അങ്ങനൊരു സംഭവം ഉണ്ടല്ലോ. ഞാൻ അതേക്കുറിച്ച് ഓർത്തതേയില്ല. എങ്ങനെ പോകുന്നു ഗീതയുടെ പാർലറൊക്കെ? ആ, വലിയ കുഴപ്പമില്ല. അത്യാവശ്യം കസ്റ്റമേഴ്സൊക്കെ ഉണ്ട്. പിന്നെ ഡോക്ടർ എന്തു പറഞ്ഞു? ട്രീറ്റ്മെന്റ് ഉടനെ തുടങ്ങാന്ന് പറഞ്ഞു. അതിനു മുമ്പ് കുറച്ച് ലാബ് ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഇന്ന് ചെയ്തു. എന്നിട്ട് റിസൾട്ട് 2 ദിവസം കഴിഞ്ഞേ കിട്ടൂ. ആ, അപ്പോ നീ പറ, നീ എന്താ ഇവിടെ മിണ്ടാ നിൽക്കുന്നേ? എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് വിശേഷം അമ്പിമാമ? നന്നായിരിക്കുന്നു. ഞാൻ എന്റെ പഠിത്തമൊക്കെ റീസ്റ്റാർട്ട് ചെയ്തു. അതെയോ? വെരി ഗുഡ്, വെരി ഗുഡ്. കൂട്ടത്തില് അതായിട്ട് എന്തിനാ നമ്മൾ മാറ്റിവെക്കുന്നത്? പഠിക്കണം, പറ്റാവുന്നിടത്തോളം പഠിക്കണം. അതൊരു വാശിയായിട്ട് എടുക്കണം. ദേ, അമ്പിമാമൻ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ പറയണം. ആ, സമയാവട്ടെ, പറയാം. അമ്പിമാമൻ വല്ലതും കഴിച്ചോ? ലഞ്ച് ഇരിപ്പുണ്ട്. വേണ്ടടോ, ഉച്ചയ്ക്ക് അങ്ങനെ കാര്യമായിട്ട് കഴിപ്പൊന്നുമില്ല. വരുന്ന വഴിക്ക് ഞാനൊരു ചായയും വടയും കഴിച്ചു. ഇനി അത്താഴം മതി. ഞാനെന്നാ റൂമിലോട്ട് പോയിക്കോട്ടെ അമ്പിമാമ. പിന്നെന്താ, താൻ പോയി റെസ്റ്റ് എടുക്കടോ. എന്താടോ, താൻ എന്താ ആകെ ഡിസ്റ്റർബഡ് ആയിരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമ്പിമാമൻ ഇരിക്കും, ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വരാം. താൻ ഇങ്ങനെ പകച്ചു നിൽക്കാതെ കാര്യം എന്താന്ന് പറയടോ. എന്നാലല്ലേ നമുക്കതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റൂ. അന്ന് അപ്പുവിനെ കാണാൻ ഞാൻ അവിടെ വരുമ്പോൾ ഒരു ആയയെ വെച്ച് പരിചരിക്കാൻ മാത്രം അവൾക്ക് എന്താണ് പറ്റിയതെന്ന് അമ്പിമാമനോട് ഞാൻ പലതവണ ചോദിച്ചതാ. അപ്പോൾ അമ്പിമാമൻ നിസ്സാരമായി എന്നോട് യൂറിനറി ഇൻഫെക്ഷൻ്റെ പേരും പറഞ്ഞാണ് അന്ന് ആശ്വസിപ്പിച്ചത്. പക്ഷെ കാര്യങ്ങളൊക്കെ വ്യക്തമായി അറിഞ്ഞത് പിന്നീടാണ്. ഓ, അതാണോ കാര്യം? എടോ, അപ്പൂന് ഇത്രയും ഗുരുതരമായ അസുഖം ഉണ്ടെന്ന് തന്നെ അറിയിക്കേണ്ട എന്ന് ഗീത പറഞ്ഞിരുന്നു. അതാ തന്നെ ഒന്നും അറിയിക്കാഞ്ഞത്. അല്ല, അതുകൊണ്ട് ഇപ്പൊ എന്താ കുഴപ്പം? കുഴപ്പം എന്താണെന്നോ? അതുകൊണ്ട് പല കുഴപ്പങ്ങളുണ്ട്.